ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഈസി ആയിട്ട് കുറച്ച് സ്റ്റിക്കേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ബോണ്ട് പേപ്പറും CD മാർക്കറും കത്രികയും സെല്ലോ ടേപ്പും കളേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് ഫോണിലൂടെ ട്രേസ് ചെയ്ത് വരയ്ക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്പ് പരിചയപ്പെടുത്തി തരാം. ഈ ആപ്പിൻ്റെ പേരാണ് പേപ്പർ കോപ്പി. നമുക്ക് വേണ്ട പിക്ചേഴ്സ് സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഈ ആപ്പിലേക്ക് കയറുക. പിന്നെ നമ്മുടെ ഫോട്ടോ സെലക്ട് ചെയ്യുക. പിന്നെ സൂം ചെയ്ത് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. വോളിയം അപ്പിൽ നിൽക്കിയാൽ ഇത് ഇങ്ങനെ അനങ്ങാത്ത രീതിയിലാവും. പിന്നെ നമ്മൾ ഒന്നുകൂടി ഇതിൽ നിൽക്കിക്കഴിഞ്ഞാൽ ഇത് അനങ്ങുന്ന രീതിയിലാവും. ഞാൻ സ്വന്തമായി വരച്ചെടുക്കുക ചെയ്യുന്നത്. എല്ലാം വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ CD മാർക്കർ കൊണ്ടോ ബ്ലാക്ക് പെന്ന് കൊണ്ടോ ഔട്ട്ലൈൻ ഇതുപോലെ ഒരെണ്ണം കൂടെ ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടിനെയും കളർ ചെയ്തെടുക്കാം. സ്കെച്ച് യൂസ് ചെയ്തിട്ട് ഇനി നമുക്ക് ഇതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് രണ്ടിനെയും കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യാൻ നേരത്ത് കുറച്ച് വൈറ്റ് വിട്ടിട്ട് വേണം കട്ട് ചെയ്യാൻ. അങ്ങനെ ഞാൻ എല്ലാത്തിനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പേപ്പർ എടുക്കാം. ഞാൻ കളർ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി അതിൻ്റെ പൊക്കത്തേക്ക് നമ്മൾ ഉണ്ടാക്കിയ സ്റ്റിക്കേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. സെല്ലോ ടേപ്പ് കൊണ്ട് പൊക്കത്തോടെ കവർ ചെയ്യാം.
ഇനി നമുക്കിതിനെയും കട്ട് ചെയ്തെടുക്കാം. ഞാൻ ടെസ്റ്റും കൂടെ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അടിപൊളിയായിട്ട് വർക്കിംഗ് ആണ്. ഇനി നമുക്ക് എല്ലാത്തിനും ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സ് ഇങ്ങനെ ചെയ്യാതെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് എന്തെടുക്കുമെന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. പക്ഷെ എനിക്കൊരു ഐഡിയ കിട്ടി. അതിൻ്റെ മുകൾ ഭാഗത്ത് സെല്ലോ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നു. പിന്നെ പുറകു ഭാഗത്തായിട്ട് ഡബിൾ സെൽ ടേപ്പും. ഇതാണ് എൻ്റെ ഐഡിയ. ഞാൻ വീണ്ടും ടെസ്റ്റിംഗ് പരിപാടിയിലേക്ക് കടക്കാൻ പോവാണ്. രണ്ടും നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.